അല്ലെങ്കിൽ ഒരു മനുഷ്യന് ധ്യാനം കൂടി ഒരു കുറെ വർഷം ഒത്തിരി വർഷം ആൾ ധ്യാനം കൂടി മക്കളില്ലാത്തൊരു കുടുംബം, ഭാര്യയും ഭർത്താവ് മക്കളില്ലാത്ത 10 വർഷത്തിലധികം കഴിഞ്ഞിട്ട് മക്കളില്ല. അപ്പോൾ പ്രാർത്ഥിച്ചു, ധ്യാനം കുടിക്കുമ്പോൾ ഒരു മിറക്കൾ പോലെ ഇവർക്ക് അനുഗ്രഹം കിട്ടി, ഒരു കുഞ്ഞിനെ കിട്ടി. ഓരോരുത്തർ ധ്യാനം കൂടി, ഓരോരുത്തർ ധ്യാനം കൂടി കഴിഞ്ഞ് അവർക്ക് കുഞ്ഞിനെ കിട്ടി. ഭയങ്കര സന്തോഷം, സാക്ഷിയൊക്കെ പറഞ്ഞു, ഭയങ്കര ആനന്ദിക്കുകയാണ്. ഇപ്പൊ ഈ നാളുകളിൽ ആ കുടുംബം എൻ്റെ അടുത്ത് വീണ്ടും വന്ന പ്രശ്നം വെച്ചാൽ എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് കടം കയറ്റിയിട്ടുണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ വ്യക്തിക്ക് എന്തെങ്ങനെ ഇത് എടുക്കുന്നു? അതൊരു ദൈവാനുഭവം ആണെങ്കിൽ ആ വിശ്വാസത്തിൽ ജീവിക്കണ്ടേ? ബന്ധനം അഴിഞ്ഞിട്ടില്ല, വ്യക്തിയുടെ ബന്ധനം അഴിഞ്ഞിട്ടില്ല, ധനമോഹം പോയിട്ടില്ല, ജഡിക പാപം വിട്ടുപോയിട്ടില്ല, മദ്യാസക്തി വിട്ടുപോയിട്ടില്ല. എന്നിട്ട് ഈ അനുഗ്രഹം കിട്ടിയിട്ട് തന്നെ കാര്യം, വീണ്ടും പ്രശ്നത്തിലേക്ക് പോവുക. ഇത് കണ്ടു വളരുന്ന കൊച്ച്, ഇവർക്ക് അത്ഭുത കുഞ്ഞെന്ന് പറഞ്ഞ പോലെ കിട്ടിയുന്ന കുട്ടിയാണിത്. ആ കുഞ്ഞു മിക്കവാറും ഇപ്പൊ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അവൻ കൂടി തുടങ്ങും. അപ്പൊ അതാണ് ഞാൻ പറയും, ബന്ധനം. അതുകൊണ്ട് ഇത് പെട്ടെന്ന് കയറി തീരുമാനങ്ങളിലേക്ക് ചാടരുത്. ഒറിജിനൽ കൃപയിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ കൃപയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അതാണ് കൃപയെന്ന് അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നം. എഫെസ്യസ് ലേഖനം 4:30 പറയും, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഈ വിശ്വാസം പോയി ബന്ധനം വരുമ്പോണ്ടല്ലോ ഈ പരിശുദ്ധാത്മാവ് എന്നുള്ളൊരു തോന്നൽ പോലെ നിൽക്കും. അതൊരു ജീവിക്കുന്ന ദൈവം, പരിശുദ്ധനായവൻ എന്റെ കൂടെ നിൽക്കുന്ന അനുഭവം. അതൊക്കെ പാപം പരിഹാരം ചെയ്യുക. വേറൊന്നും ഇപ്പൊ മന്ത്രവാദ കൂടോത്ര ശുദ്രവതിക്ക് പോയി, വാരക പാപമാണ്. കൈനോട്ട് രാഹുകാല അതിന് പോയി, വാരക പാപം. സത്താന്റെ ആരാധനയ്ക്ക് പോയി, വിഗ്രഹാരാധന നടത്തി. ഉറപ്പാണ് ഈശോയേക്കാൾ സ്ഥാനം മറ്റൊന്നിനു കൊടുത്താലും മാരക പാപമാണ്. അതിന് പരിഹാരം ചെയ്യേണ്ടി വരും.